നിങ്ങൾ സഹിക്കുന്ന പ്രയാസങ്ങൾക്ക് പോലും പ്രതിഫലം തരുന്നില്ലേ അവൻ? നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനുപോലും നിങ്ങൾക്ക് പ്രതിഫലം രേഖപ്പെടുത്തുന്ന റഹ്മാനല്ലേ, അത്രയും നിങ്ങളോട് കാരുണ്യമുള്ളവനല്ലേ. എന്റെ അടിമ സഹിക്കുന്ന ഓരോ വേദനക്കും അവനിതാ ധാരാളം ധാരാളം പ്രതിഫലം. എന്റെ അടിമ സഹിക്കുന്ന ഓരോ വേദനക്ക് പോലും അള്ളാഹ് കൂലി എഴുതുകയാണ്, കൂലി രേഖപ്പെടുത്തുകയാണ്. ഏതൊരു മുസ്ലിമായ മനുഷ്യനാവട്ടെ, അവനൊരു മുഅ്മിനായ മനുഷ്യന് എന്താപത്ത് ബാധിച്ചാലും അത് ചെറുതോ വലുതോ എന്തോ ആകട്ടെ, ഹത്ത ശൗക, കാലിൽ ഒരു മുള്ളു കോറിയിട്ടവന് വേദന വന്നാൽ പോലും അത് മനുഷ്യൻ സഹിക്കുന്നുവെങ്കിൽ ഇല്ലാ കതബല്ലാഹു ലഹു ബിഹാ ഹസന, അതിലൂടെ അവന് അള്ളാഹു ഒരു നന്മ രേഖപ്പെടുത്താതിരിക്കില്ല. ഔ ഹുത്തതു അൻഹു ബിഹാ ഖതീഅ, അത് മുഖേന അവൻ മാനുഷികമായി അവന്റെ ജീവിതത്തിൽ വന്നു പോയ ഒരു പാപം അവൻ മായ്ച്ചു കളയുകയാണ്. രോഗം വന്നാലും വേദന സഹിച്ചാലും ഒക്കെ ക്ഷമകേടിന്റെ വർത്തമാനങ്ങൾ പറയാതെ അതിന് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ചികിത്സകളെ സമീപിക്കുകയും റബ്ബിനോട് നിരന്തരമായി ശിഫക്ക് വേണ്ടി ക്ഷമാപൂർവം കാത്തിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഓരോ വേദനയും അവന് ഓരോ ഹസനത്തുകളാണ്, ഓരോ നന്മകളാണ്, അവന്റെ പാപങ്ങൾക്ക് പരിഹാരമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.